ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കൊച്ചിൻ ബിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതെ അത് വന്നപ്പോൾ കുറച്ച് അയിലയും കുറച്ച് കൊഴുവയും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കൊഴുവ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ 1/2 കിലോയെ മേടിച്ചിട്ടുള്ളൂ. 1/2 കിലോയിൽ കൂടുതൽ മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് എനിക്ക് പുറം വേദനയൊക്കെ എടുക്കും. അപ്പോൾ അതെ അയില ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഞങ്ങൾക്ക് ആ തലയിരിക്കണം ഇഷ്ടമല്ല. തലയും ആ വയറിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതൊരിത്തിരി വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. നമ്മൾ കുടംപുളി ഉപയോഗിക്കില്ല, ഇതിൽ കുടംപുളി ഇട്ടിട്ടില്ല കേട്ടോ. ഒരു കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കടുക് വറക്കണം, മുളക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ ഉള്ളി തന്നെ ഇട്ട് കൊടുക്കണം, എങ്കിൽ അതിനാ വിചാരിക്കുന്ന ടേസ്റ്റ് വരുള്ളൂ. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കണം. പിന്നെ വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും വില കൂടുതലായതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത്രയും ടേസ്റ്റ് വരില്ല. ഇത് നന്നായിട്ട് ഒന്ന് ടൊമാറ്റോയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളക് കൂടി ഞാൻ ഇട്ട് കൊടുക്കണില്ല കേട്ടോ. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി ഒന്ന് മൂത്ത് വന്നിട്ട് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. ഇത് രണ്ടും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ സാമ്പാർ പുളിയില്ലേ, പിഴിയണ പുളി, അത് കുറച്ച് ഒരുപാട് ഇട്ട് കൊടുക്കരുത്. ഒരു ചെറിയ ഉരുള ഒന്ന് പിഴിഞ്ഞ് വെള്ളം കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കറിവേപ്പിലയൊക്കെ ചേർത്തൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കണം ഈ ഗ്രേവി തിളച്ച് വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇത്തിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഉപ്പിടാൻ മറക്കരുത്. എനിക്ക് തോന്നുന്നു ഉപ്പിട്ട് ആ ക്ലിപ്പ് വിട്ടുപോയെന്ന് തോന്നുന്നു. ഉപ്പിടാൻ മറക്കല്ലേ. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് വറ്റിച്ചെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റ്.